ഇതാണ് കാറ്റിമോൺ തായ്ലാൻഡ് വെറൈറ്റി മാംഗോ. ഔ എന്താ രസം അല്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാ. എന്താ കളർ അല്ലേ, അതേമാതിരി ടേസ്റ്റും ഉണ്ട്. മധുരം ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പറയും. സാറേ നിങ്ങൾക്ക് തൈ വേണോ? കാറ്റിമോണിന്റെ തൈ വേണോ? വെച്ചിട്ടുണ്ട്. കാട്ടിമണ്ണ് എന്ന് പറഞ്ഞ മാങ്ങ ഇതിപ്പോ ഒരു ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത്. ഗ്രോ ബാഗിലല്ലേ? ഇതിമേ നമ്മൾ മുമ്പ് തൈ കൊടുത്ത് വളാഞ്ചേരി മാനുവക്കാക്ക് കൊടുത്തിരുന്ന തൈ മൂപ്പരത് 10 മാസം കൊണ്ട് അവിടെ മാങ്ങ കായ്ച്ചിട്ട് അതേമാതിരി തന്നെ ഇതിപ്പോ എല്ലാ കൊമ്പിലും മാങ്ങയാണ്. ഇവിടെ ഒക്കെ എല്ലാ കൊമ്പിലും എല്ലാ കൊമ്പിലും മാങ്ങയാണ്. അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്, താഴെയുണ്ട് അല്ലേ? എല്ലാ ഇതിലും മാങ്ങകളാണ്. ഒരു തൈ മതി. കാട്ടിമണ്ണ് എന്ന് പറഞ്ഞ മാവ് നടുകയാണെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും, അതായത് പിന്നെ എല്ലാ വർഷവും കായ്ക്കുന്ന, വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കും ചെയ്യും. നല്ല മാങ്ങയാണ്, നല്ല മാങ്ങയാണ്. നമുക്ക് അതിന്റെ അത് പഴുത്തത് ഇപ്പൊ ഒന്ന് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇനി കട്ട് ചെയ്ത് നോക്കാം. അതെ. അപ്പൊ ഇതാണ് കാറ്റിമോൺ തായ്ലാൻഡ് വെറൈറ്റി മാംഗോ. ഔ എന്താ രസം അല്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാ. ഇതിപ്പോ മദീൻകാന്റെ അടുത്ത് ഇപ്പൊ നമ്മള് കണ്ടല്ലോ, അതിമ കാഴ്ചകളിലാണ് അല്ലേ മദീൻക? ഇത് അർത്ഥ വെച്ച് പോത്തത് അത് അതിമ തന്നെ രാവിലെ വീണ് കിട്ടിയതാണ്. വീണ് കിട്ടിയതാ? നിങ്ങൾ പുഴുക്കടൊന്നും ഇല്ലല്ലോ? ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നല്ല അടിപൊളി കളറ്. എന്താ കളർ അല്ലേ? അതേമാതിരി ടേസ്റ്റും ഉണ്ട്. അങ്ങനെ ഉണ്ടോ? അടിപൊളി മധുരം. നമ്മളെ ക്യാമറമാൻ കൊടുക്കാം. അതിന് നമ്മളിത് പറയട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, എന്താ ഇതിന്റെ ഒരു ടേസ്റ്റ്. ഒരു കഷ്ണം കഴിക്കി നോക്കേ. ഞാൻ അവിടെ ഇങ്ങനെ നടന്നത് ഒരു കഷ്ണം കഴിച്ചു. ഇതിന്റെ ഉള്ളിലെ കളറ് കണ്ട. കാട്ടിമൺ ഇതൊന്ന് റിവ്യൂ പറഞ്ഞാ അങ്ങനെ ഉണ്ട് നോക്കിട്ട്. മധുരം ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പറയും. സാറല്ലേ? അതുകൊണ്ട് പിന്നെ ഇതിന് പ്രത്യേകത വെച്ചാല് കൂടുതൽ ആരില്ല അല്ല, എന്താ പറയാ, എന്റെ ഫ്ലഷ് നല്ല തൊലി പെട്ടെന്ന് പോരുന്നുണ്ട്. തൊലി എടുക്കാൻ ഞാൻ കഴിച്ചു, കുഴപ്പമില്ല. കയ്പൊന്നും ഇല്ല കേട്ടോ. നമ്മള് ചില മൂവാണ്ട മാങ്ങ കഴിക്കുമ്പോ ഒരു കയ്പുണ്ടാവില്ല തൊലി. ഇത് തൊലി എടുക്കാനേ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങനെ കഴിക്കണ അറിയില്ല. പിന്നെ മാവ് കാരണം എല്ലാ മാങ്ങ അങ്ങനെ, നല്ല ആരില്ലാത്ത മാങ്ങ ഒക്കെ അങ്ങനെ തന്നെയാണ്. നല്ല പോലെ നല്ല മധുരം ഉണ്ടാവും. തൊലി എടുക്കാനും കഴിക്കാം. മധുരം ഉണ്ടെങ്കിൽ ഉറക്കനെ പറയും. മധുരം ഉണ്ട് എന്നുള്ളത് ഓർക്കനാണ് പറഞ്ഞത്. മതിയും കാരണര് ഓർക്കനാണ് പറയും മധുരം ഉണ്ടാകുന്നത്. ഉള്ളിന്ന് വരട്ടെ, നല്ല മധുരല്ലേ? അപ്പൊ കാറ്റിമോണെ ഇപ്പൊ നമ്മളെ ഇതിന്റെ തൈകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇഷ്ടം പോലെ തൈകളുണ്ട് കാറ്റിമോണിന്റെ. വെച്ച് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് ഇല്ല, നമുക്ക് തെളിവാണ്. നമ്മളെ വളാഞ്ചേരി മാനുവക്കാൻ അവിടെ 10 മാസം കൊണ്ട് മാങ്ങ ഉണ്ടായി വന്ന് പൊട്ടിച്ച്. അതെ 10 മാസം കൊണ്ട്. എന്തായാലും നിലത്ത് വെച്ചിട്ട്. പക്ഷെ ചെറിയ തൈ വെക്കരുത് കേട്ടോ, കുറച്ച് വലിയ തൈ വെക്കണം. അപ്പൊ ചില ആളുകൾ പറയാ അത് വെറുതെ പറയാണ് 10 മാസം കൊണ്ട് കായ്ക്കൂല. ചെറിയ തൈ വെച്ചാൽ കായ്ക്കൂല. അത്യാവശ്യം വലിപ്പമുള്ള തൈ വെക്കുകയാണെങ്കിൽ, മീഡിയം സൈസ് തൈ വെക്കുകയാണെങ്കിൽ 10 മാസം കൊണ്ട് കായ്ക്കും. അപ്പൊ റംബുട്ടാനാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. റംബുട്ടാൻ ഇപ്പൊ നമ്മൾ അവിടെ വെച്ചിട്ട് 10 മാസം കൊണ്ട് കായ്ച്ചിട്ടുണ്ട്. അതേമാതിരി പ്ലാവ്, അതും വലിയ തൈയാണ് വെച്ച്, കുറച്ച് വലിയ തയ്യാ വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് തയ്യാ വെച്ചിട്ടുള്ളത്. അതൊക്കെ പിന്നെ 10 മാസം കൊണ്ട് എല്ലാം മൂപ്പര് വിളവെടുത്ത്. അല്ല നിങ്ങൾക്ക് തൈ വേണോ? കാറ്റിമോണിന്റെ തൈ വേണോ? നിങ്ങൾക്ക് വേണോ? വെച്ചിട്ടുണ്ട്. ഉണ്ടാ മാങ്ങ അറുത്തുക്കണോ? ഇനി വെയിറ്റിങ്ങിലാണ് അല്ലേ? എങ്ങനെയുണ്ട് മാങ്ങ? എങ്ങനെയുണ്ട് കഴിച്ചേ? ടേസ്റ്റ് ഇല്ലേ? ആരില്ലാത്ത മാങ്ങ, മടുപ്പ് വരില്ലല്ലേ? നല്ല ടേസ്റ്റ് ആണ് അല്ലേ? നമ്മൾ ഫസ്റ്റ് വെക്കേണ്ട ഒരു മാവില് കാറ്റിമോൺ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം അല്ലേ? ഓക്കെ.